ഞാൻ അനി കളരിക്കൽ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ പാലത്തിൽ ചൂടൻ ചെമ്മീനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് 2 ചൂണ്ട അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു ചൂണ്ട കിടപ്പുണ്ട്, ഒരു ചൂണ്ട അപ്പുറത്തും കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് ഒരു കറുവപ്പിൻ്റെ ചൂണ്ട ഇവിടെ കേട്ടോ. ഇത് കറുവപ്പിൻ്റെ ചൂണ്ട ഇട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് കൂരിയാണ്, ഇന്നലെ കിട്ടിയ കൂരിയാണ്, നമ്മൾ ഇന്നലെ ഇട്ട കൂരിയാണ്. അപ്പോൾ കുഞ്ഞു കൂരി നമ്മൾ കിട്ടിയാൽ അത് മാറ്റിയിട്ട് ഈ കുഞ്ഞ് ഫ്രഷ് ആയിട്ടുള്ള ഇടും. അപ്പോൾ ഇന്നലെ പിടിച്ച കൂരി കിട്ടാണ്. ഇപ്പം നമ്മൾ കണ്ടത് ഇങ്ങനെ ഒരു കുപ്പി വെച്ചിരിക്കുന്നത് വലിച്ചു കഴിഞ്ഞാൽ ഇത് മുറുകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ദൂരെ നിന്ന് അറിയാൻ വേണ്ടി. മറ്റേ കുപ്പിയാണ് നല്ലത്, നല്ല ഒച്ച ഉണ്ടാവും, ഞെരിയണ ഒച്ച ഉണ്ടാവും. നമ്മുടെ ആ സാധാരണ വെള്ളം കുപ്പിയില്ലേ, അപ്പോൾ അത് ഇവിടെ കാണാനില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്ത് വെക്കണം. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ പിലോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 പിലോപ്പി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ പിലോപ്പിയും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്പല്ലിയ കറുവപ്പിന എന്തെങ്കിലും അടിക്കട്ടെ. ചെമ്പല്ലി അടിച്ചാലും നമുക്ക് വിരോധമില്ല, കറുവപ്പ് അടിച്ചാലും നമുക്ക് വിരോധമില്ല. എന്ത് മീൻ അടിച്ചാലും നമുക്ക് 100ൻ്റെ ടഗീസാണ്. 100ൻ്റെ ടഗീസ് ഇത് ഇങ്ങനെ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ 15ൻ്റെ മറ്റേ കാർബൺ സ്റ്റീലിൽ ഇത് സൂപ്പർ ലൈനാണ്. 100 അല്ല കേട്ടോ, ഇത് 90ആണ്. 90ൻ്റെ ലൈനാണ്. വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഈ സൂപ്പർ ലൈനാണിത്. നല്ല കപ്പാസിറ്റിയുള്ള ടാഗീസാണ്. പൊട്ടില്ല, എങ്ങനെ വെച്ചാലും പൊട്ടില്ല. മീൻ അടിക്കണ്ടല്ലോ, നമ്മുടെ ചൂണ്ടലും മീൻ അടിക്കണം. ഇതിലൊരു തെർമോക്കോൾ ഇറങ്ങാട്ടാ, അത് വലിയ പോയിക്കോട്ടാ. കൂരിയാണ് അടിച്ചതെന്നാണ് തോന്നട്ടെ. കാര്യം അങ്ങനെ കാര്യമായിട്ടുള്ള വലിഞ്ഞ് പൊങ്ങി നിൽക്കണില്ല. അനങ്ങിട്ട് അപ്പം തന്നെ താന്നു പോകണം കേട്ടോ. അത് കൂരിയായിരിക്കും. അതടിക്കട്ടെ, 5 കുളത്തുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പിലോപ്പിന് ഇട്ട് കൊടുക്കാം. പിലോപ്പ് 2 കൊണ്ടുവന്നിട്ടുള്ളൂ. കോർക്കണം കാണിച്ചു തരാം. കോർക്കണം നമ്മൾ താഴെയാണ് കേട്ടോ കോർക്കണം. മേലിൽ കോർത്ത് കഴിഞ്ഞാലേ മീൻ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കും. ഇവിടെ ഈ കാലിൻ്റെ ഈ ഭാഗത്താണ് കോർക്കണം. ഇങ്ങനെ ആകുമ്പോഴേക്കും വെയിറ്റ് ഉള്ളത് കാരണം മീൻ ഇങ്ങനെ ഓടി നിന്നോളും, മേലേക്ക് ഓടി നിന്നോളും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതിവിടെ കാലിൻ്റെ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. താഴെ മുട്ടിക്കില്ല, താഴെ മുട്ടിക്കാണ്ട് പൊക്കി ഉടക്കുണ്ട് ഇവിടെ. അടുത്തടുത്ത് താഴെ മുട്ടിച്ചിട്ട് ഒരു മീറ്റർ പൊക്കി വെക്കും. വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റ് താഴെ ചെന്ന് മുട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം താഴെ തന്നെ അല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മൾ താഴെ മുട്ടിച്ച് ഇട്ടാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മീൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്തില്ലെങ്കിൽ ഇത് അപ്പം തന്നെ ഓടി കാലയിലേക്ക് ഉടക്കിക്കളെ പിന്നെ എടുക്കാൻ പണിയാണ്. ഓക്കെ, അത് പിന്നെ ഞങ്ങളില്ല കേട്ടോ, ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. കൂരിയാണ് അത്. വലിക്കുമ്പോൾ ചെറിയ കൂരിയാണെങ്കിൽ നമുക്കത് കറുവപ്പിനിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കറുവപ്പിനിട്ട ചൂണ്ടയില്ലേ, ആ കൂരിനൊക്കെ ഓർത്തിട്ട് അതിൽ ചെറുതായിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. അത് വിഴുങ്ങിയാൽ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം വലിക്കാനൊരു മടി. അങ്ങനെ അതിൽ പിടിച്ചിട്ടുണ്ട്, തച്ചിട്ടുണ്ട്.
വിഴുങ്ങിയിട്ടില്ലെങ്കിലേ പകുതി വലിയ പൂരിയാണല്ല, മുഴുവനായിട്ട് വിഴുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് മിസ്സായി അടിച്ചു പിടിച്ചിരിക്കും. പിടിക്കുമ്പോൾ അത് അങ്ങോട്ട് വലിക്കുന്നുണ്ട്, നമുക്കറിയാം. ഏതായാലും ഇത്തിരി കഴിഞ്ഞ് വലിക്കാം. അപ്പം എടുക്കട്ടെ. ഇവിടുന്ന് മാറാൻ പറ്റൂല, അതാണ് പ്രശ്നം. മാറിക്കഴിഞ്ഞാൽ അത് വലിച്ച് ഉടക്കുകയും ചെയ്യും. വലിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് ചൂണ്ടുണ്ട്, പിലോപ്പിടെ ചൂണ്ട കിടപ്പുണ്ട്. ഇത് കണ്ടോ, പിലോപ്പിടെ ചൂണ്ട നിൽക്കുന്നുണ്ട്. പിലോപ്പിൽ മീൻ അടിക്കണം കേട്ടാ. കറുപ്പ് 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 അമോറാച്ച പിലോപ്പി ഉടനെ സാമ്പിൾ അടിച്ച് ഒച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് കവർ വെച്ചു. അരിക്കണം ഒച്ചുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഒരു കറുപ്പിനെ കിട്ടിയേട്ടാ. കാര്യം ഇന്നേ മൊത്തത്തിൽ ഷോറാണ്, മറ്റേ ഒന്നും കാര്യമായിട്ട് അടിക്കല്ല. ഒരു ചെറിയൊരു വണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ഇവിടെ ഉള്ളവർക്കും ഒന്ന് രണ്ട് മറ്റേ കിട്ടിയിട്ടുണ്ട്, പക്ഷേ വലിപ്പമില്ല, കുഞ്ഞുങ്ങളാണ്. വെള്ളത്തിനാണെങ്കിലേ ആ ഒഴുക്കില്ല, നമുക്ക് ചൂണ്ടിടാനായിട്ട് അടിയിൽ വെള്ളം ഇങ്ങോട്ട് കയറ്റമാണ്, മേലിൽ നിന്ന് ഇറക്കുക. അപ്പോൾ ഒരു സുഖമില്ല ചൂണ്ടിടാൻ. അപ്പോൾ ഓക്കെ.